വേണമെങ്കിൽ സാർ വിചാരിച്ചാൽ ഉണ്ടാക്കാം അല്ലേ? വേണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാം. നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? ഇത് നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊരു 30 ലക്ഷമോ അല്ലെങ്കിൽ 2 കോടിയോ ഒക്കെ ആയിട്ടൊക്കെ മാറുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടക്കുറവോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഒരുപാട് കണപ്പീര് പിടിച്ച കമ്പനികൾ ഇവിടെ വന്നു, ആളുകളുടെ പണം പോയിട്ടുണ്ട്. അതാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം മനസ്സിലാക്കണം, ആ കമ്പനിക്കാരും നമുക്ക് വാലറ്റ് തന്നു, പക്ഷെ അത് അവരുടെ വാലറ്റാണ്. അങ്ങനെ അവരുടെ വാലറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നതും ട്രാൻസാക്ഷൻ ചെയ്യുന്നതും എല്ലാം. അപ്പം ഈ വാലറ്റിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? അവരുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. ഒരു സുപ്രഭാതത്തിൽ ഈ സാധനം എന്താകുന്നു? വാഷ് ഔട്ടാകും, നമ്മുടെ ഫണ്ടും പോയി. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നേരെ മറിച്ച് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം അറിയേണ്ടത് പേൾവരി ഇന്റർനാഷണൽ ഇത് വലിച്ചോണ്ട് പോകുമെന്നുള്ളതാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ട്രസ്റ്റ് വാലറ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ട്രസ്റ്റ് വാലറ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ്. അവരൊന്നുമല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്താ. ഇതിനൊരു 12 രഹസ്യ വാക്കുകളുണ്ട്. വാക്കുകൾ 12 എണ്ണം ഉണ്ട്. കൂടാണ്ട് ഇതിന് പാസ്വേഡും ഉണ്ട്. ഇത് ആർക്കേ അറിയത്തുള്ളൂ? നമുക്കേ അറിയുള്ളൂ. ഇത് കമ്പനിയുടെ ചെയർമാൻ അറിയില്ല. അറിയോ? അദ്ദേഹം തന്ന വാലറ്റല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിലേക്ക്, ഈ വാലറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാലറ്റിനെ അവരുടെ സിസ്റ്റത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ടോക്കൺ സ്റ്റേക്കിംഗ് .io എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്, ഒരു ഡൊമൈനിലും ടോക്കൺ ഫാമിംഗ് .io എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ഇടാനേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് എടുത്തോണ്ട് പോകണമെങ്കിൽ ഈ 12 വാക്ക് വേണം. ഇത് അവരുടെ കയ്യിൽ ഇല്ല. ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരാൾക്കും ഈ വാലറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ ഗോൾഡ് മേടിച്ച് വെച്ചാൽ നമുക്ക് സങ്കടമില്ല. കാരണം എന്താ? കാശ് കൊടുത്തെങ്കിൽ ഗോൾഡ് ഉണ്ട്. ഭൂമി വാങ്ങിയാലും എന്തില്ല, നമുക്ക് സങ്കടമില്ല. കാരണം എന്താ? പൈസ കൊടുത്തെങ്കിൽ ഇതുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ 2 സാധനം മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് PVC മെറ്റ, 2 USDT അല്ലേ? ഫാമിംഗ് USDT. ഈ 2 സാധനം മേടിച്ചിട്ടുള്ളൂ നമ്മളല്ലേ? ഈ 2 സാധനവും നമ്മുടെ വാലറ്റിനകത്തായിരിക്കുന്നത്, നമ്മുടെ കൺട്രോളിലായിരിക്കുന്നത്. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ. എന്തിനേറെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വാലറ്റ് ഷാജി സാറിന് തുറക്കാൻ പറ്റത്തില്ല, ഷാജി സാറിൻ്റെ വാലറ്റ് എനിക്കും തുറക്കാൻ പറ്റില്ല. കാരണം സാറിൻ്റെ വാലറ്റിൻ്റെ 12 രഹസ്യവാക്ക് സാറിൻ്റെ കയ്യിലും എൻ്റെ വാലറ്റിൻ്റെ 12 രഹസ്യവാക്ക് എൻ്റെ കയ്യിലും ആയിരിക്കും. ഇത് പരസ്പരം അറിയില്ല. അപ്പോൾ ഇത് 100% സേഫ് അല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ എന്താണെങ്കിലും വരുന്ന 10 വർഷക്കാലം ഏതെങ്കിലും മേഖലയിൽ പണി എടുക്കണം അല്ലേ? ജീവിക്കണമെങ്കിൽ പണി എടുക്കണം, ശരിയല്ലേ? ഈ 10 വർഷക്കാലം ഈ 15 ലക്ഷം രൂപ നമുക്ക് ഈ രീതിയിൽ കോമ്പൗണ്ട് ചെയ്തിട്ട് കോടാനുകോടികൾ നമുക്ക് വീട്ടിലിരുന്ന് ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ അവസരത്തിനെ നമ്മൾ ഉപയോഗിക്കണോ വേണ്ടായോ? അത്രേ ഉള്ളൂ. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതാണ് ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പൈസ ഉപയോഗിച്ച് അവർ ചെയ്യുന്നത്, അവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. 100% സേഫ് അല്ലേ? അല്ലേ? അപ്പോൾ പിന്നെ പേടിക്കണോ? അപ്പോൾ സാർ ഇന്ന് തന്നെ ചെയ്യുമല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു.